ഹരി ഓം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാരായണീയ പഠനം രണ്ടാം വാർഷികം അനുബന്ധിച്ച് ഉള്ള പരിപാടിയാണ് ഇത്. ഇന്ന് ഏകദേശം ഒരു 30 യോഗബന്ധുക്കൾ ചേർന്ന് 13 മുഖ്യ ദശകങ്ങൾ പാരായണം ചെയ്യുന്നു. എല്ലാവർക്കും ഈ അധ്യയനത്തിലേക്ക് അല്ലെങ്കിൽ ചാൻറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ധ്യാന ശ്ലോകത്തിൽ തുടങ്ങാം. അഗജാനന പദ്മാകം ഗജാനനം അഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. മോക്ഷാബ്ധിസാരമയ ഭാഗവതാക്ഷ്യധഗ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയോഗ പരിതപ്തജനായ യോഗാത് നാരായണ അവനിസരായ നമോസ്തു തസ്മൈ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ് നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ് നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ് നാരായണ വാസുദേവ. അപ്പൊ നമുക്കിനി പാരായണം തുടങ്ങാം. എല്ലാവരുടെ പേരിപ്പോൾ കുറച്ചു മുൻപേ വായിച്ചു കഴിഞ്ഞു. ദശകം 1 തുടങ്ങാൻ ഞാൻ ഇന്ദിരാദേവിയൊക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1. ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്വാദി സാക്ഷാത് ഗുരുപവനപുരേ കന്ദ ഭാഗ്യം ജനാനം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേതാവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമേ. സത്വം യത്തത് പരഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ ഗുരുതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തൽസ്വച്ഛത്വാദ്യദച്ഛാദിത പരസുഖചേത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ
കല്ലോലോലാസതുല്യം ഹലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജസ്ത്വത്കലാസേവഭൂമൻ നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീഷണാഖ്യാം തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപിതമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം തത്തേ പ്രത്യഗ്രതാദരലളിത കലായാവലി കേളികാരം ലാവണ്യസൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനം അമൃതസ്യന്ത്യ സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുധര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ നോ ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ സ്വരമരസസൂദാംബോധിരൂപേ സൂദാബോന്തിപൂരേ രമേരൻ നമ്രാണാം സന്നിധത്തെ സതതമഭി പുരസ്തൈരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ചാം ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ധ്രുവബിലഷതി വ്യർത്ഥമർത്തിവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതന സ്ഫീതഭാഗ്യ ത്വം ചാത്മാ രാമ ഏവ തേ തുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വര വിനയമനം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹ ശോഭഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി ദേ സംഗവാർത്ത ത്വദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുക്ത്യാശ്രയോസി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 2. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാത്രഹസിതോല്ലാസം സുനാസാബുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതരസത് പീതാംബരാലംബിനീ ആലംബേ വിമലാംബുജദ്യുതിപദാ മൂർത്തിവാർത്തിച്ഛിതം യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം ഉഷ്ണാദി വിഷ്ണോ വിഭോ. തത്താദൃങ്മധുരാത്മകം തവ ബഭുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാവദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാതചാപലബലാച്ചാപല്യവാർത്തോദഭൂത്. ലക്ഷ്മീസ്താവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാ സക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദരാ. ഏവം ഭൂതമനോജ്ഞദാനവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിന്ദ്ര സായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മദീം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിച്ചത്യഭി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവേ. ഏവം ഭൂതദയാ ഹി ഭക്ത്യാഭിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത്
पुरुषोत्तम मदरो योगीश्वरैर्गीयते सौन्दर्ये करसात्मके त्वयि खलु प्रेम प्रकर्षात्मिका भक्तिर्मिश्रममेव विश्वपुरुषैर्लभ्या रमावल्लभा निष्कामं नियतस्वधर्मचरणं यत्कर्म योगाभितं तद्धूरेत्य फलं यत् उपनिषद ज्ञानोपलभ्यं पुनः तत्त्वव्यक्ततया सुदुर्गमतरं चित्तस्य तस्माद् विभो त्वत्प्रेमात्मकभक्तिरेव सततं स्वाधीयसी श्रेयसी अत्यायासकराणि कर्मपटलान्यापनाचर्य निर्जन्मला बोधे भक्तिपथेद वाप्युजिगदा आयान्ति किं तावता क्लिष्ट्वा तर्कपथे परं तव ब्रह्माख्यमन्ये पुनः चित्तार्द्रत्वं मृदे विचिन्त्य बहुभिः सिन्ध्यन्ति जन्मान्तरे त्वद्भक्तिस्तु कथारसामृतज्जरी निर्मज्जनेन स्वयं सिन्ध्यन्ति विमलप्रबोधपदवी अक्लेशतस्तन्वती सद्यस्थित्यकरी जयत्यै विभो सैवास्तु मे त्वत्पद प्रेम प्रौढिरसार्द्रता ध्रुवतरं वादालयादीश्वरा सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 25. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡഗുണ്ടഗുഹരോ ഘോരസ്തവാ ഭൂദ്രവാ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യാശ്രുതം കമ്പക്കഞ്ജന സംഭപാദജലിതോ അംബോജഭൂർവിഷ്ടരാത് ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാ സംരംഭണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭൂതമിതി വ്യുദ്ഭ്രാന്ത ചിത്തേ സുരേ വിസ്ഫൂർജദ്ദവളോഗ്ര ഓമവികസദ്വഷ്മാ സമാജം ഭദാ തപ്ത സ്വർണ സുവർണ ഘോർണദതി രൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പപനികുംഭിതാംബരമഹോജിയാത്തവേദം വപു യാത്തവ്യാപ്തമാദരീ സുഖമുഖം ഖഡ്ഗോഗ്രവ മഹാ ജിഹ്വാ നിർഗമദൃശ്യമാനസു മഹാ ഘോട്ടാമരം ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു സ്വസ്തരഗ്രീവം വിവരദോഷദോദ്ഗതനിക ക്രൂരാംശു ദൂരോൽബണം വ്യോമല്ലംഘീകനോ പ്രധ്വാസ്പർദ്ധാപ്രകരം നമാമി ഭവതസ്തനാരസിംഹം ബഭൂ പുനം വിഷ്ണയം സന്മതി ഭ്രാമ്യഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യം മൃദുഭ്യാമും വീരോ നിർഗളിതോദ ഖഡ്ഗഫലകൗ കൃഷ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്ണൻ പുനരാബാദഭുവന ഗ്രാസോദ്യതം ത്വാമഹോ भ्राम्यन्तं दितिजातमं पुनरपि प्रोत्गृह्य दौर्भ्यां जवात् द्वारे तूरुयके निपात्य नकरन् व्युत्काय वक्षो भुवि निर्भिन्दन्नदिगर्भनिर्भरगल धृत्काम्बुबद्धोत्सवम् पायं पायमुदैरयो बहुजगत् संहारि सिंहारवान् त्यक्त्वा तं हतमाशुरक्तलहरी सिक्तोन्नमद्वर्ष्मिणी प्रत्युत्पत्य समस्य दैत्यपटलीं चाखाद्यमाने त्वयि भ्राम्यद्भूमिविकम्पिताम्बुदिकुलं व्यालोलशैलोत्करं प्रोत्सर्पत्कचरं चराचरमहो दुस्तामवस्थां ददौ तावन्मां सपपाकराळवपुषं घोरान्त्रमालाधरं त्वां मध्ये सभमिद्धरोषमुषितं दुर्वारगुर्वारवम् अभ्येतुन्न शशाक कोऽपि भुवने दूरे स्थिता भीरवः सर्वे शर्वविरिञ्च वासवमुख प्रत्येकमस्तोषत
भूयोऽप्यक्षतरोषधाम्नि भवति ब्रह्माज्ञया पालके प्रह्लादे पदयोर्नमत्यपभये कारुण्यभाराकुल शान्तस्त्वं करमस्य मूर्धनि समधा स्तोत्रैरतो गायतः तस्या कामधियोऽपि ते नितवरं लोकाय चानुग्रहम् एवं नाटितरौद्रचेष्टितविभो श्रीतापनीयाभिद श्रुत्यन्तस्फुटगीत सर्वमहिमन्नत्यन्तशुद्धाकृते तत्तादृन्निखिलोत्तरं पुनरहो कस्त्वां परो लङ्घयेत् प्रह्लादप्रिय हे मरुत्पुरपते सर्वामयात् पाहि माम् सर्वत्र गोविन्दनाम संकीर्तनं गोविन्दा गोविन्दा ഓം നമോ ഭഗവതേ വാസുദേവായ. ദശക 26 ഗജേന്ദ്രമോക്ഷം. ഇന്ദദ്രുംന പാണ്ഡ്യഗണ്ഡാതിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം കുംഭോദ്ഭൂതി സംഹൃത ക്രോധഭാര स्तब्धात्मा त्वं हस्तिभूलं भजेदि शक्त्वाधैनं प्रत्युगात् विलेपे हस्तेन्द्रत्वं तत्स्मृतिव्यक्तिधन्यं धुन्धो बोधेर्मध्यभाजित्रिगूढे क्रीडन् शैले युद्धपोयं वशाभि सर्वाञ्जिन्यवर्तिष्ठशक्त्या त्वद्भक्तोत्कर्षेण सेव्ना दिव्यचेदत्वशक्त्या सोऽयं खेदान प्रजानन् कदाचित् शैलप्रान्ते घर्म तान्दस्सरस्यां यूथे सान्द्रं त्वत्प्रणोनोऽभिरे मे हुहुस्तावत् देवलस्यापि शापात् ग्राहीभूतश्च जले वर्तमानः जग्राहैनं हस्तिनं पाददेशे शान्त्यर्थं हि शान्तिदोषि स्वकाना सेवाया वैभवा दुर्निरोधं युध्यन्तं तं वत्सराणां सहस्रं प्राप्ते काले त्वत्पदयाख्यसिद्धै नक्राक्रान्तं भक्तिवशं वेदास्त्वम् आर्तिव्यक्तप्रार्थनज्ञानभक्तिः समर्थन् पूर्वाभ्यर्थिर्विशेषात्मनिष्ठं स्तोत्रश्रेष्ठं सोऽन्योगादीत् परात्मन् श्रुत्वा स्तोत्रं निर्गुणस्थं समस्तं ब्रह्मेशार्देर्नाहमित्यप्रयादे सर्वात्मा त्वं भूरि कारुण्ये वेगाक्षारूढ प्रेक्षितो भूपुरस्तात् हस्तीन्द्रं तं हस्तपद्मेन धृत्वा चक्रेण त्वं नक्रवर्यं मृदारी गन्धर्वेऽस्मिन् मुक्तशापे सहस्ति त्वत्सारूप्यं प्राप्य दीप्यते स्म एतद्वत्तं त्वां च मां च प्रगेयो गाये सोऽयं भूयसे श्रेयसे स्यात् इत्युक्तैनं तेन सार्थं गतस्त्वं तिष्ण्यं विष्णो पाहि वातालयेशा सर्वत्र ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 34. ഗീർവാണൈരത്യമാനോ ദശമുഖനിധനം കോസലേശസ്യ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷിതശരദ സ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ത്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമദ ബലദേന അഭിശത്രുഘ്നനാംനാ കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാച മുനികഥിതമനുദ്വന്ദ്വശാന്താത്വഖേദ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവ സിദ്ധാശ്രമാഖ്യം മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈരണ്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ബിന്ദാനച്ചാന്ദ്രചൂഡം ധനു അവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരഭിജ സമം ഭ്രാതൃവീരൈ സദാരൈ ആരുന്ധാനേരുഷാന്തേ
ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാതേ യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകധാധോ ഗതവതി ഭരതേ മാതുലസ്യാദിവാസം താതാരപ്തോഭിഷേക തവ കില വിഹത കേകയാദീശപുത്ര്യാ താതോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപദാര പൗരാനാരുദ്യമാർഗേ ഗുഹനിലയഗത ത്വം ജടാചിരധാരി നാവാസന്തീര്യ ഗംഗാം അതിപദവിപുനസ്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോ അതിസുഗമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ശ്രുത്വാ പുത്രാർത്ഥികിന്നം ഖലു ഭരതമുഖ സ്വർഗയാതം സ്വതാതം തപ്തോ ദത്താംബുതസ്മൈ നിദതിതധരതേ പാതുകാം മേദിനീം ച അത്രീനത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയച്ചാരുപോശാരഭംഗീം നത്വാ കസ്ത്യം സമസ്താശരനികര സപത്രാകൃതീം താപസേഭ്യ പ്രത്യശ്രൂഷി പ്രിയൈഷി തദനുജമുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പതിപൃതസുഹൃദ വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാ തടാന്തേ പരിരമസി പുര പഞ്ചവട്യാം വധൂഠ്യാ പ്രാപ്തായ ശൂർഭനാഖ്യാ മദന ജലധൃതേ ആർദ്ധനൈ നിസ്സഹാത്മാനാം സമിത്രോ വിസൃജ്യ പ്രബലതമരുഷ തേന നിർലോലനാസാം ദൃഷ്ടാനം രുഷ്ടചിത്തം ഖര അഭിപതിതം ദൂഷണം ച ത്രിമൂർത്തം വ്യാഹിംസീരാശരാൻ അപ്യുത സമാധികാൻ തക്ഷണാദശദോഷ്മാം സോദര്യ പ്രോക്തവാർത്ത വിവശദശമുഖാദിഷ്ടമാരീചമായ സാരംഗം സാരസാക്ഷ സംപ്രഹിതമനുഗത പ്രവതിർബാണഘാതം തന്മയാക്രാന്ത നിർയാപിത ഭവതനുജാ രാവണസ്താ മഹർഷീത് തേനാർത്തോപി ത്വം അന്തക്കിമപി മുദധ തദ്വധോപായലഭാത് ഭൂയസ്തന്നീം വിജന്വന്നഹൃദശമുഖ ത്വദ്വധും മദ്വധേനേതി ഉത്വായാദേ ജടായും ദിവമഥാ സുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഗനിത ശബരി പ്രേക്ഷ്യ പമ്പാഥടേ ത്വം സംപ്രാപ്ത്യോ വാദസൂനും പൃശമുദിതമന പാഹി വാദാലേശ. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരിയോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 35. നീതാ സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്വാങ്കുഷ്ടേന ഭൂയോ യുലവിദയുഗപത്പത്രിണാ സപ്തസാലാൻ അത്വാ സുഗ്രീവ ഘാതോദ്യമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഹതരളിതസ്ത്വം മദാംഗാശ്രമാന്തേ. സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനിം ആമൃക്ഷാണാം വീക്ഷദിക്ഷു ദ്രുതമദദൈതാ മാർഗണായ വാനാംബാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിവിരവിദദാ ത്വത്പ്രിയാ സപ്രയാസൈ. ത്വദ്വാർത്തകർണന്യദ്യോദ്ഗരുദരവജ സമ്പാദി സമ്പാദി വാക്യാ പ്രതീർണാർണോദിരനന്തർഗിരിജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷിദ്യോദ്യനാമക്ഷക്ഷപണചരണരണ സോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ചലങ്കാം ജഡിതി സഹനുമാൻ മൗലിരത്നം ദദൗ തേ. തം സുഗ്രീവാംഗദാദി പ്രബല കപിചമുചക്ര വിക്രാന്ത ഭൂമി ചക്രോ വിക്രമ്യ പാരേ ജലതി നിശിചരേന്ദ്രാനുജാശ്രീയമാണ. തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാ പാർത്ഥ്യരോഷാ
കാസ്താഗ്നയാസ്ത്രതേജസ്ത്ര സതുതതിഗിരാലബ്ധവാൻ മധ്യമാർഗം ഈശൈരാശാന്തരോപാകൃതഗിരിനികരൈ സേതുമാതാഭ്യയാദോ യാതുന്യാമർദ്യ രംഷ്ടാനഗശിഖരിശിലാസാലശാസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭു വിവരം വിക്രമം ശക്രജേത്ര വേഗന്നാഗാസ്ത്രാബദ്ധ പദഗപതികരു മാരുതൈർമോചിതോഭൂ. സൗമിത്രിസ്തോത്ര ശക്തി പ്രകൃതികളസുർബാധജാനീത ശൈല ക്രാണാത് പ്രാണാനുപേദോ വിഗൃണത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണ വചനകൃത സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതരമഖില ചൂക്ഷിണം ഭക്ഷിണം വൃക്ഷിണോസ്ത്വം ഗൃണ്ണഞ്ജംബാരി സംപ്രേഷിത രഥകവചോ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതമിലബല അഗ്നിശുദ്ധാം പ്രജ്ഞൻ ദേവശ്രേണീവരോ ജീവിത സമരമൃത്യേ രക്ഷത്സംഗേർ ലങ്കാഭർത്രാച സാകം നിജനഗരമകാ സപ്രിയ പുഷ്പകേണ പ്രീതോ ദിവ്യാഭിഷേകൈർ അയുധ സമധികാൻ വത്സരാൻ പര്യരംസീർ മൈഥില്യാം പാപവാചാ ശിവ ശിവകലതാം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയച്ഛൂദ്രപാശം താവത് വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗദേ വാൽമീകേ ത്വൽസുതോദ്ഗാപിത മധുരകൃതേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ക്ഷിതിമ വിശദസൗ ത്വം ച കാലാർത്തിതോമുഃ ഖേദോ സൗമിത്രിഖാദി സ്വയമതസരയൂമഗ്ന നിശേഷഭൃത്യേ സാഗം നാഗം പ്രയാദോ നിജപദമഗമോ ദേവവൈകുണ്ഠമാദ്യം സ്വയം മത്യാവതാരസ്തവ ഖലു നേദം മത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർ നിരാഗസ്ത്യ ജനമപി ഭവേത് കാമധർമാതിസക്ത്യാ നോചേ സ്വാത്മാനുഭൂതേ കുനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 38. ആനന്ദരൂപ ഭഗവൻ ഐതേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവതംഗ നിരീയമാണൈ കാന്തി പ്രചൈരിവ ഘനാഘന മണ്ഡലൈദ്യാമാ വൃണ്വതി വിരുരുജേ കില വർഷവേല ആശാശു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിതോ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബാല്യസ്പൃശാപി ബഭുഷാ ദതുഷാ വിഭൂതിരുദ്യത് കിരീടകടകാംഗദഹാരഭാസ ശംഖാരി വാരി ജഗതാ പരിപാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ കലകംസ കൃതാമ ലക്ഷ്മീ മുന്മാർജയന്നിവ വിരേചിത വാസുദേവ ശൗരിസ്തു ധീരമുനിമണ്ഡല ചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിചേക്ഷണാഭ്യാം ആനന്ദ ബാഷ്പുളകോദ്ഗമ ഗദ്ഗദാർദ്രസ്തുഷ്ടാവ ദൃഷ്ടിമകരന്തര സംപവന്തം. ദേവപ്രസീദ പരപൂരുഷ ധാവവല്ലി നിർലോലദാത്ര സമനേത്ര കലാവിലാസിൻ കേദാനപാകുരു കൃപാ ഗുരുവിക്കടാക്ഷൈഃ ഇത്യാദിതേന മുദിതേന ചിരം നുതോഭുഃ. മാത്രാ ച നേത്ര സലിലാസ്തൃത ഗാത്രവല്യാ സ്തോത്രൈരഭിഷ്ഠുത ഗുണകരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാ തദിതമാനുഷഭാരവേഷം തത്പ്രേരിതസ്തദനു നന്ദതനൂജയാ തേ വ്യത്യാസമാരചൈതും സഹി ശൂരസൂനുഃ. ത്വാം ഹസ്തയോരതിരചിത്തവിധാര്യമാര്യൈഃ അംബോരുഹസ്തകളഹംസ കിശോരരമ്യം ജാതാ തദാ പശുപസദ്മനി യോഗനിദ്രാ നിദ്രാ വിമുദ്രിത മദാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം യഖടി സംഘടിതൈ സുഗാഢം.
शेषेरभूरिपणवारिदवारिनाथ स्वैरं प्रदर्शितपदो मणिदीपितेन त्वां धारयन् सकलु धन्यतमप्रतस्ते सोऽयं त्वमेष मम नाशय रोगवेशान् सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 55. അധവാരിണിഘോരതരം ഫണിനം പ്രതിവാരയിതും കൃതതീർഭഗവൻ ദ്രുതമാരിതീരഘനീപതരും വിഷമാരുതശോഷിത പർണചയം അതിരുഹ്യ പദാംബുരുഹേണ ചദം നവപല്ലവതുല്യമനോജ്ഞരുച ഋതവാരിണി ദൂരതരമ്യപത പരികൂർണിതഘോരതരംഗഗണേ ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജംബ്രിജല പരിമജ്ജയതി സ്മ ധനുശതകം തടിനീചടിതി സ്ഫുടഘോഷവതി അതദിക്ഷു വിദിക്ഷു പരിക്ഷു ഭ്രമിതോദരവാരിണിനാഥപരേ ഉദകാതുദുകാതുരകാധിപതി സ്തുതുപാന്തമശാന്തരുഷാന്തമന പണശൃംഗസഹസ്ര വിനിസൃമര ജ്വലദഗ്നിഗണോഗ്രവിഷാംബുതരം പുരതഃ ഫണിനം സമലോകയതാ ബഹുശൃംഗിണി മഞ്ജന ശൈലമിവ ജ്വലദക്ഷി പരിക്ഷരദുഗ്രവിഷസ്വസനോർമപരസ്തമഃ ഭുജഗാ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ അവിലോക്യ ഭവന്തമഥാപുരിതേ തടഗാമിനി ബാലകഥേനുഗണേ വ്രജഗേഹതലേപ്യ നിമിത്തശതം സമുദീക്ഷ്യ ഗതായ മുനാം പശുപാം അഖിലേഷു വിഭോ ഭവദീയ ദശാമവലോക്യ വിഘാസുഷു ഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാദുദവ്യമ്യതഃ സജുഷാ ഭവതാം അധിരുഹ്യ തതഃ ഫണിരാജഫണാൻ നനൃതേ ഭവതാ മൃദുപാദരുജാ കളശിഞ്ചിതനൂപുരമഞ്ജുമിളർ കരകങ്കണസങ്കുലസങ്കുനിതം ജഗൃഷു പശുപാസ്തുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ ത്വയി നൃത്യതിമാരുതഗേഹപദേ പരിപാഹി സമാം ത്വമദാന്തഗദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. കേശപാശകൃതപിഞ്ചികാ വിദതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലമണിമാലികാ ലളിതമംഗരാജഘനസൗരഭം പീതചേലകൃത കാഞ്ചി കാഞ്ചിതമുദഞ്ചിതംശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ കിരൂപമീശ കലയാമഹേ താവദേവ കൃതമണ്ഡനെ കലിത കഞ്ജുളീക കുചമണ്ഡലേ ഗണ്ഡലോലമണികുണ്ടലേ യുവതി മണ്ഡലേ പരിമണ്ഡലേ അന്തരാ സകല സുന്ദരീയുഗള ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാന്തതനുരാസകേളിമയി കഞ്ചനാഭ സമുപാദഥാം വാസുദേവ തവ ഭാസമാനമിക രാസകേളിരസ സൗരഭം ദൂരതോ വിഖലു നാരദാവ്യദിതം ആകലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശത സമാവൃത നാഗതോ യുഗ പതാഗതാ വിയതി വേഗദോത സുരമണ്ഡലീ വേണുനാദകൃതതാനദാനകളഗാനരാഗഗതിയോജന ലോഭനീയ മൃദുപാദപാദകൃതതാളമേളന മനോഹരം പാണിസംഫണിത കങ്കണം ച മുകുരം ച ലംബിത കരാംബുജം ശ്രോണിബിംബചലലംബരം ഭജത രാസകേളിരസഡംബരം
സ്പർദ്ധയാ വിരചിതാനുഗാനകൃതതാരതാരമധുരസ്വരേ നർത്തനേധ ലളിതാംഗഹാരമണിഭൂഷണേ സമ്മദേന കൃതപുഷ്പവർഷമലമുന്മിഷദ്ദിവിശദാങ്കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവധൂകുലം ഛിന്നസന്നതനുവല്ലരീ തദനു കാപി നാമ പശുപാംഗനാ കാന്തമം സമവലംബദേ സ്മ തവ താന്തിഭാരമുകുളേക്ഷണ കാചിദാചലിത കുന്തളാ നവപടീരസാരഘന സൗരഭം വഞ്ചനേന തവ സഞ്ജുചുംബഭുജമഞ്ജിതോരുപുളകാങ്കുരാ കാഭിഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപ തവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദധുരംഗനാക്കിമുന സമ്മദോന്മദദശാന്തരം ഗാനമീശ വിരദം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുലാ സദസി കേവലം നൃതുരംഗന നാവിദന്നപി ച നീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ മോദസീം നിഭുവനം വിലാപ്യ വിഹിതിംബ സമാപ്യ ച തതോ വിഭോ കേലി സംവൃതിത നിർമ്മലാംഗനവഘർമ്മലേശ സുഭഗാത്മനാം മന്മദാസഹന ചേതസാം പശുപരീഷിതാം സുഹൃതചോദിതാ സാവദാ കളിതമൂർത്തിരാദതിതമാരവീര പരമോത്സവാൻ കേലിഭേദ പരിലോലിതാഭിരഭിലാലിതാഭിരബലാലിഭീഷ് സ്വൈരമേശനനു സൂരജാപയസി ചാരുനാമ വിഹൃതിം വദാഹ് കാനനേ ബിജ വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂനി സൗരഭമയേ വിലേസിത വിലാസിനീശത വിമോഹനം കാമിനീരിതികിയാമനീഷു ഖലു കാമനീയ കനിതേ ഭവാൻ പൂർണ്ണ സമ്മതരസാർണവം കമഭിയോഗി ഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാന പീഹ പശുപാംഗനാസു ബഹുമാനയൻ ഭക്തലോക കമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ. ജയലനാമ ഭവദത്തദീപ്യതാം ജദകപാന്തീപനി മന്ദിരേ ദ്വിജ സ്വദേകരാജേണ ധനാദിനിസ്പൃഹോ ദിനാനി നിന്നെ പ്രശമീകൃഹാശ്രമീ സമാനശീലാഭിതദീയ വല്ലഭ കഥൈവനോ ചിത്തജയം സമേയുഷി കഥാചിതുചേവദവത്തി വ്യബ്ദയേ രമാപതി കിന്ന സഗാ നിഷേവ്യതേ ഇതിരിതോയം പ്രിയയാ സുതാർത്തയാ ജുഗുപ്തമാനോപി ധനേമ സവഹേ സദാ സദാ ലോക കൗതുകായയാ വഹൻ പടാന്തേ പൃഥുകാനുപായനം ഗതേയമാചര്യമയീം ഭവസ്പുരീം കേഷു ചൈവ്യാഭവനം സമേനിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപനർവതീം പ്രവാദി സംഭാവനയാ സുഖിം പുനാ പ്രഭൂജിതം സം പ്രിയയാ ച വിജിതം കരേ ഗൃഹീത കഥയാ പുരാകൃതം യതിന്ദനാർത്ഥം ഗുരുദാരശോഭിതൈരഭക്തുവർഷം ദദമസ്തി കാനനെ ത്രഭാജുഷോസ്മാത് പൃഥുഗം ഫലാദദ പ്രഗൃഹ്യ മുഷ്ടൗ സകൃദാശിദേ ത്വയാ കൃതം കൃതം നന്യദേതി സംഭ്രമ ദ്രമാകിലോഭേത്യകരം രുരോധത്തെ ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേക നിശാം മഹാസുഖം ബദാബരേധ്യുർദ്രവിണം വിനായയൗ വിചിത്രരൂപസ്തവ ഗൽവനുഗ്രഹ യദി ഹൃയാജിഷ്യമദാസ്യ ച്യുതോ വദാമി ഭാര്യാം കിമിതി വ്രജന്നസൗ
त्वदुक्तिलीलास्मितमग्नधीपुनः क्रमाध पश्यन् मणिदीप्रमालयम् किमार्गविभ्रंश इति भ्रमन् क्षणम् गृहं प्रविष्ट सददर्श वल्लभाम् सखीपरीदां मणिहेमभूषितां बुबोध च त्वत्करुणां महद्भुतां सरत्नशाला सुवसन्नभिः स्वयं समुन्नमद्भक्तिभरो मृदं ययौ त्वमेव मा पूरितभक्तवाञ्छितो मरुत्पुराधीश हरस्व मे गदान् सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द हरि ओम् ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 98. യസ്മിന്നേതദ്വിഭാതം യത ഇദമഭവദ്യേന ചേതം യേതദ്യോസ്മാദുത്തീർണരൂപഃ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരെ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാ നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. जन्माथो कर्म नाम स्फुटमिह गुणदोषाधिकं वा यस्मिन् लोकानामोत्तये यः स्वयमनुभजते तानि मायानुसारी बिभ्रच्छक्तिररूपोऽपि च बहुतररूपो भात्यद्भुतात्मा तस्मै कैवल्यधाम्ने पररसपरिपूर्णय विष्णो नमस्ते. नो तिर्यञ्चं न मर्त्यं न च सुरमसुरं न स्त्रियं न पुमांसं न द्रव्यं कर्म जातिं गुणमपि सदसा द्वापि ते रूपमाहुः शिष्टं यत्स्यान्निषेधे सति निगमशतैर्लक्षणावृत्तिस्तस्त्वेच्छ्रेणा वेद्यमानं परमसुखमयं भाति तस्मै नमस्ते. मायायां बिम्बितस्त्वं सृजसि महदहङ्कार तन्मात्रभेदै भूतर्ग्रामेन्द्रियाद्यैरपि सकलजगत् स्वप्नसङ्कल्पकल्पम् भूयः संहृत्य सर्वं कमठैव पदान्यात्मना कालशक्त्या गम्भीरे जायमाने तमसि वितिमिरो भासि तस्मै नमस्ते. ശബ്ദബ്രഹ്മേതി കർമ്മേത്യണുരിതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാമേകം വിശ്വഹേതും സകലമയതയാ സർവഥാ കൽപ്യമാനം വേദാന്തൈര്യത്തു ഗീതം പുരുഷപരിചിതാത്മാഭിനം തത്തു സത്വം പ്രേക്ഷാമാത്രേണ മൂല്യ പ്രകൃതി വികൃതി കൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. തത്വേന സത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപ ദത്തേ യാസാവ വിദ്യ ഗുണഫണിമതിവത് വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവയാദാ ശ്രുതിഭജനലവൈർയകൃപാസ്യന്തലാഭേ സംസാരാരണ്യസദ്വസ്ഫുടന പരശുധാമേതി തസ്മൈ നമസ്തേ. ഓഷാസു സ്വർണവദ്വ ജഗതി കടശരാവാദികേ മൂർത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരദതി തദന്ധുനാ തദ്ദ്വിതീയം വപുസ്തേ. സ്വപ്നദൃഷ്ടു പ്രബോധേ തിമിരലയ വിധൗ ജീർണരജ്ജോശ്ച യദ്വദ് വിദ്യാലാഭേ തദൈവ സ്ഫുടമഭി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. യദ്ഭീദ്യോദേതി സൂര്യോ ദഗതജദഘനോ വാദിവായുസ്തദാന്യേ യദ്ഭീതാപത്മജാത്യാ പുനരുജിതബലിരാഹന്തേ നാനുകാലം യേനൈവാരോപിത പ്രാങ്നിജപദപവിദേ ചാവിദാരച്ച പച്ചാം തസ്മൈ വിശ്വനിയന്ത്രേ വയമഭിവന്ദേ കൃഷ്ണകൂർമ്മ പ്രണാമം. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിദം ത്രിക്ഷരസൈകവാചം ത്രിശാനാമൈക്യരൂപം ത്രിപുരവിനഗമൈർഗീയമാനസ്വരൂപം തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമാക്രാന്തവിശ്വം ത്രൈകാലേ ഭേദഹീനം ത്രിവിരഹമനിശം യോഗഭേദർഭജേ ത്വാം. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തം നിരവധി മഹിമോല്ലാസീനമന്തർ സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്ര പ്രകാശം
ദുർവാരം ദ്വാദശാരം വിശദപരിമിള ഷഷ്ടിപർവാഭിവീതം സംഭ്രാമ്യാക്രൂരവേദം ക്ഷണമനുജഗദാചിത്യ സന്ധ്യാപമാനം ചക്രം ദേകാലരൂപം വിദയതുരതുമാം ത്വത്പദൈകാവലംബം വിഷ്ണോ കാരുണ്യ സിന്ധോ പവനപുരപദേ പാഹി സർവാമയൗകാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 99. വിഷ്ണോർവീര്യാണി കോവാ കഥയതു ധരണേ കശ്ചരേണോന്മിമീതേ യസ്യൈവാംഘ്രിത്രയേണ ത്രിജഗദമഭിനിതം മുദതേ പൂർണ്ണസമ്പദ്. യോസൗ വിശ്വാനി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം. ത്വദ്ഭക്താ യത്ര മാദ്യന്ത്യമൃതരസ സമരന്തസ്യ യത്ര പ്രവാഹ. ആദ്യായ ശേഷകർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേ ഭക്താത്മാ വിഷ്ണവേ അപ്രദിശതി അവിരാധീനി യജ്ഞാർച്ചനാദൗ. കൃഷ്ണാദ്യം ജന്മയോ വാ മഹതിഹ മഹതോ വർണ്ണയേത് സോയമേവ പ്രീതപൂർണോ യശോഭിസ്തുരിതമഭിസരേ പ്രാപ്യമന്ദേ പദം തേ. ഹേ സ്തോതാര കവീന്ദ്രാസ്തമിഹ ഖലു യഥാ ചേതയദ്ഭേതദൈവ വ്യക്തം ദേവസ്യ സാരം പ്രണീതജനനോ വാതലീലാ കഥാഭിഃ. ജാനന്തശ്ചാസ്യ നാമാന്യഖില സുഖകരാണീതി സങ്കീർത്തയധ്വം. ഹേ വിഷ്ണോ കീർത്തനാദ്യൈസ്തവ ഖലു മഹതസ്തത്വബോധം പദേയം. വിഷ്ണോ കർമാണി സംപശ്യത മനസി സദായൈ സധർമാൻ ബധ്നാത്. ജ്ഞാനീന്ദ്രസ്യൈഷ്യഭൃത്യ പ്രിയസഖൈവ ച യാതനോക്ഷേമകാരി. വീക്ഷന്തേ യോഗസിദ്ധാ പരമപദമനിശം യസ്യ സമ്യക് പ്രകാശം. വിപ്രേന്ദ്രാ ജാഗരൂകാ പുനതയോ യച്ഛ നിർഭാസയന്തേ. നോ ജാതോ ജായമാനോപി ച സമധിഗതസ്ത്വന്മഹിമ്നോവസാനം. ദേവശ്രേയാംസി വിദ്വാൻ പ്രതിപുരവിദേ നാമ ശംസാമി വിഷ്ണു. തം ത്വാം സംസ്തൗമി നാനാവിധനുതി വചനൈരസ്യ ലോകത്രയസ്യാപ്യൂർധ്വം വിഭ്രാജമാനീ വിരചിത വസതിം തത്ര വൈകുണ്ഠലോകേ. ആപസൃഷ്ടാദിജന്യാ പ്രഥമമയി വിഭോ ഗർഭദേശേ ദദുസ്ത്വാം. യത്ര ത്വയിവേവ ജീവാ ജലശയനഹരേ സംഗതാ ഐക്യമാപൻ. തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പദ്മമേഘം ഹി നാഭൗ. ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത് കർണികം ലോകരൂപം. ഹേ ലോകാ വിഷ്ണുരേതദ് ഭുവനമജനയത് തന്ന ജാനീത യൂയം. യുഷ്മാകം ഹ്യന്ത്യരസ്തം കിമപി തദപരം വിദ്യതേ വിഷ്ണുരൂപം. നീഹാര പ്രഖ്യമായ പരിവൃത മനസോ മോഹിതാ നാമരൂപൈ. പ്രാണപ്രത്യേകൃത് തൃപ്താശ്ചരദമഘപരാ ഹന്തനേച്ഛാ മുകുന്ദേ. മൂർധന്നാം ക്ഷണാം പദാനാം വഹസി ഖലു സഹസ്രാണി സംപൂര്യ വിശ്വം. തത്പ്രോത്ക്രമ്യാവിതിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേഭി. ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദി. സ്വാവിഷ്ടോപ്യുത്കതദ്വാദമൃതസുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ. യത്തു ത്രൈലോക്യരൂപം തദവിജതോ തദോ നിർഗതോനന്ദശുദ്ധ. ജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ സോഭിതാവാൻ കിമന്യത്. സ്തോകസ്തേ ഭാഗയേവാഖില ഭുവനദയാ ദൃശ്യതേ ത്രംശ കൽപം. ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ ഭാതി തസ്മൈ നമസ്തേ. അവ്യക്തം തേ സ്വരൂപം ദുരധിഗതമതം തത്തു ശുദ്ധൈകസത്വം. വ്യക്തം ചാപ്യേതദേവ സ്ഫുടമൃതരസാംബോധി കല്ലോലതുല്യം. സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിക ഗുണരസേനൈവ ചിത്തം ഹരന്തീം. മൂർത്തിം ദേ സംശയേകം പവനപുരപദേ പാഹി മാം കൃഷ്ണരോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 100 ഭഗവാന്റെ കേശാദിപാദ വർണ്ണനം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലി ലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തതുപതരേ ദിവ്യകൈചോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗേ ആവേദം നാരദാദ്യൈ വിലസത് ഉപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം കുഞ്ഞിരാഗ്രം ഘനം അമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലേ മന്ദാരസ്രംഗീതം തവ പൃഥുകബരീഭാരം ആലോകയേഹം സ്നിഗ്ധശ്ചേദോർധപുണ്ഡ്രാം അഭിജസുലളിതാം കാലഭാലേന്ദുവീഥിം ഹൃദ്യം പൂർണാനുകമ്പാർണവ മൃദുലലഹരീ ചഞ്ചലഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധ പഷ്മാവലി പരിരസിതം നേത്രയുഗ്മം വിഭോദേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരം ആമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുര പ്രോലസൽഗണ്ഡപാളി വ്യാലോല കർണപാചാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതര ഛായ ബിംബാദരാന്ധ പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രമുദ്ഭാസതാം മേ ബാഹുദ്വന്ദേന രത്നോജ്വലവലയ വൃഥാ ശോണപാണി പ്രവാളേന ഓപാത്താം വേണുനാളീം പ്രസുത നഖമയൂകാംഗുലീ സാംഗശാരാം കൃത്വാ വക്ത്രരവിന്ദേ സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിത ഭുവനൈ സിഞ്ചമേ കർണവീഥിം ഉത്സർപ്പകൗസ്തുഭശ്രീരതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രദാനം നാനാവർണപ്രസൂനാവലികിസലയിനീം വന്യമാലാം വിലോലല്ലോലംബാംബലംബമാനാം പുരസിത തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗൈർ അതിശയ വികസ സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമഭികൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാസ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദദാനം ധ്യായാമോ ദീപ്രരശ്മി സ്ഫുടമണിരസനാ കിങ്കിണീ മണ്ഡിതം ത്വാം ഗുരു ചാരു തവോരു ഘനമസൃണരുജൗ ചിത്തചോരൗ രമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഖൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താന്യസന ധൃത സമസ്താത്രപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ജഭാതി മജ്ജ പ്രണത ജനമനോ മന്ദരോദ്ധാര കൂർമ്മം ഉത്തുംഗാ താമ്രരാജന്നഗര ഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപദ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗലാമംഗുലീനാം യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരു കിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം അജ്ഞാത്വാ തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥക്ഷമേധ സ്തോത്രം ചൈതസഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേദാ നാരായണീയം സ്തുതിഷു ജനുഷാ തുത്യദാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം
സ്ഫീതം ലീലാവതാരൈ ഇതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. സ്ഫീതം ലീലാവതാരൈ ഇതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. അപ്പൊ ഇന്നത്തെ പാരായണം ഇവിടെ കഴിഞ്ഞു. ഇനിയും നമുക്ക് ഈ നാരായണീയത്തിലെ നമ്മുടെ SPYSസിലെ ഇവിടെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങള്, അതേപോലെ സമർപ്പണം നമ്മൾ നടത്തി അതിലുള്ള അനുഭവങ്ങളും ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ധൃതിയുള്ളവർക്ക് ആദ്യം പറയാം. ദേവകിയൊക്കെ ഉണ്ടോ? ദേവകിയൊക്കെ ഹരിയോ? ദേവകിയൊക്കെ പറഞ്ഞോളൂ. 2 മിനിറ്റ് പറഞ്ഞോളൂ. പറഞ്ഞിട്ട് അടുത്ത ഓരോരുത്തർ തയ്യാറായിരുന്നോളൂ. ഹരിയോ. നാരായണീയ പഠനത്തില് ചേരാൻ തോന്നിയത് തന്നെ എനിക്ക് ഈശ്വരാധീനം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അതിൽ ചേർന്നു. പിന്നെ അതിന്റെ പ്രാക്ടീസ് സുനിയക്ക എത്രമാത്രം സഹായിച്ചു എന്ന് പറയാൻ വയ്യ. പിന്നെ ഗുരുവായൂരാണ് നാരായണീയ സമർപ്പണം എന്ന് കേട്ടപ്പോൾ അത് തന്നെ അതിലേറെ ഭഗവാന്റെ അനുഗ്രഹം അടുത്ത് വെച്ചായി. എനിക്ക് എന്റെ മക്കളെ അമ്മ എന്തായാലും ഞങ്ങൾ കൊണ്ടുപോയി അവിടെ എത്തിക്കാന്നുള്ള കുട്ടികളെ ഏറ്റതോടുകൂടി എനിക്ക് നല്ല ത്രില്ലായി. എല്ലാവരെയും കാണാനുള്ളൊരു സന്തോഷം. ദിവസം ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഗുരുവായൂരെത്തി. അന്ന് തന്നെ സന്ധ്യക്ക് എല്ലാവരെയും ഒന്ന് കണ്ടു. ഇന്ദിരാക്കേനൊക്കെ കണ്ട് പിറ്റേന്ന് ചെല്ലാനുള്ള എല്ലാ അനുഗ്രഹവും ഇന്ദിരാക്കേൻ വാങ്ങി. പിന്നെ പിറ്റേന്ന് അതിരാവിലെ എണീറ്റ് ഗുരുവായൂരപ്പനെ പോയി തൊഴുതു വന്നു. അങ്ങനെ സ്റ്റേജിന്റെ അടുക്ക് എത്തി. ഞാൻ സ്റ്റേജിലെ കയറുന്നില്ല, പുറത്ത് കസേരയിൽ ഇരുന്ന് പാടുന്നുണ്ട്. മുഴുവൻ ദശകങ്ങളും ചൊല്ലുന്നൊക്കെ ഞാൻ ഇന്ദിരാക്കോടും സുനിയക്കോടൊക്കെ പറഞ്ഞിരുന്നു. സ്റ്റേജിൽ നന്നായിട്ട് അറിയുന്നവരൊക്കെ കയറിക്കോട്ടെ, എനിക്ക് അത്ര അങ്ങോട്ട് ആയില്ല എന്ന് എനിക്കെന്നെ ഒരു ബോധം. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ എന്താ അറിയില്ല, 2-3 ശ്ലോകമാണ് 3 ഗ്രൂപ്പ് ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും നമ്മളെങ്ങോട്ട് വിളിച്ചു ഭഗവാൻ. നമ്മളെ സ്റ്റേജിൽ എത്ര നേരം വേണമെങ്കിലും സ്റ്റേജിൽ ഇരുന്ന് ചെല്ലാനുള്ളൊരു സമ്മതമാണ് ഭഗവാൻ തന്നത്. ഇതിന് പരംഭാഗ്യം എന്താ വേണ്ടത്? ഇന്ദിരാക്കേനോടും സുനിയാക്കേനോടും ഗുരുവായൂരപ്പനോടും എന്റെ കുട്ടികളോടും എല്ലാവരോടും ഞാൻ എന്നും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ കടപ്പെട്ടതാണ്. എന്തായാലും ഇന്ദിരാക്കേന്റെ ആ സ്നേഹം, ആ ഒരു കർശന ഉപദേശമാണ് നമ്മളെയൊക്കെ ഈ നിലയ്ക്ക് എത്തിച്ചത് എന്നുള്ള 100% എനിക്ക് ബോധ്യമാണ്. ഇനിയും ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടാൻ ഇടയാവട്ടെ എന്ന പ്രാർത്ഥന മാത്രം. വളരെ നന്നായിരുന്നു. നമസ്കാരം. നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ അത് മംഗളകരമായി അത് പര്യവസാനിക്കണേ എന്ന്. ഭഗവാൻ അത് കേട്ടുന്ന് തോന്നുന്നു. വളരെ മംഗളകരമായി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ നമുക്കത് സാധിച്ചു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനായിട്ട് ഭഗവാൻ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ആളെ തന്നെ നമുക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ആ ഇന്ദിരക്കയുടെ എന്താ പറയാ, ഇന്ദിരക്ക വഹിച്ച പങ്ക് പ്രശംസനാർഹനീയമാണ്. എല്ലാവർക്കും അത് അറിയാം. അക്കയെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമേ ഇല്ല. അത്രയും ഒക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് അതൊക്കെ ഇപ്പോഴോ എല്ലാവരും പലരും വായിക്കാൻ പോലും അറിയാത്തവരായിരിക്കാം, ബുക്ക് കാണാത്തവർ പോലും ഇപ്പോ നിത്യപാരായണത്തിന് ഗ്രന്ഥമായിട്ട് അത് ദിവസേന വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരേ ഒരു പ്രാർത്ഥന ഭഗവാനോട്, ആ അക്ക മൂലം നമുക്ക് ഇതെല്ലാം സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കയ്ക്ക് ആരോഗ്യ സൗഖ്യങ്ങൾ ഭഗവാൻ നൽകട്ടെ. ഭഗവാൻ ഒരുപാട് നന്ദി ആദ്യം പറയാണ്. ആ ഭഗവാൻ നമ്മളുടെ സൽക്കർമ്മങ്ങളെ അറിഞ്ഞുകൊണ്ട്, സൽക്കർമ്മികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ഇതിനൊക്കെ കൂട്ടുനിർത്തി അതിന് അക്കയെയും അയച്ചു. അങ്ങനെ ഭഗവാന് നന്ദി, ഇന്ദിരാക്കയ്ക്ക് നന്ദി, സമിതിക്ക് നന്ദി. ഇതിലെ സമിതി എപ്പോഴും നമുക്ക് നല്ലപോലെ ചെയ്യാനുള്ള ഒരവസരം എപ്പോഴും തരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരിയോമക്ക. ഇനി അടുത്ത ആരാണ്? വിമലാക്കയ്ക്ക് വല്ലതും പറയാനുണ്ടോ? വിമലാക്ക പോയോ? ഉണ്ടോ വിമലാക്ക? ഹരിയോമക്ക. SPYSന്റെ NYC ഓൺലൈൻ നാരായണീയ പഠനം ഒരു നല്ല ജീവിതാനുഭവമായിട്ടാണ് എനിക്ക് തന്നത്.
11 വർഷമായിട്ട് എന്റെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ വായിക്കുമായിരുന്നു. രാഗമോ വൃത്തമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ശ്രീമതി ഇന്ദിരാക്കയുടെ കഠിന പരിശ്രമവും ഗുരുസ്ഥാനീയരായ അക്കമാരുടെ ക്ലാസ്സുകളിൽ കൂടി എനിക്ക് നല്ലവണ്ണം വായിക്കാൻ പഠിച്ചു. ഗുരുവായൂരിൽ വെച്ച് അത് സമർപ്പണം ചെയ്തപ്പോൾ പഠനത്തിന്റെ പൂർണ്ണത കൈവരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ടാണ് 2024 ആഗസ്റ്റ് 14 ഗുരുവായൂർ സന്നിധിയിൽ ഗുരുവായൂരപ്പൻ ഹാളിൽ വെച്ച് സമർപ്പണം ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ശ്രീമതി ഇന്ദിരാക്കയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. SPOS സമിതിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നു. ഹരിയോ അക്ക, ഹരിയോ. പാർവതിക്ക് വല്ലതും പറയാനുണ്ടോ? പാർവതി അക്ക ഉണ്ടല്ലോ അവിടെ. ഹരിയോ. അമ്പലത്തിൽ വായിക്കാൻ പോയെങ്കിലും അതിന്റെ അർത്ഥമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ച് എന്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗുരുവായൂർ പോയപ്പോൾ അർത്ഥമുള്ള പുസ്തകം വാങ്ങിച്ചു. പിന്നെ ഇവിടെ പറയുന്ന അർത്ഥമൊക്കെ ശ്രദ്ധിച്ച് എനിക്ക് ടീച്ചർ എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് സാരാംശം 2 ദശകത്തിന്റെ പറയുകയും കൂടി ചെയ്തു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ദിരാക്കയുടെ ഒരു മൂലമാണ് എനിക്ക് അതിന് സാധിച്ചതും വലിയ പുസ്തകം വാങ്ങാൻ സാധിച്ചതും ഒക്കെ തന്നെ. അതിന് ഇന്ദിരാക്കയോടും അതുപോലെ തന്നെ സമിതിയിലുള്ള എല്ലാ അംഗങ്ങളോടും ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഈ സമിതിയിൽ ചേർന്നത് മുതൽക്കാണ് എനിക്കൊരു സന്തോഷം ഉണ്ടായത്. കാരണം എന്റെ ഭർത്താവ് മരിച്ച് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഇതിങ്ങനെ ലിങ്ക് അയച്ചു തന്നു, ഇതിൽ ചേർന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ചേർന്നത്. പിന്നെ ഈ നമ്മള് ഗുരുവായൂർ പോകുന്ന സമയത്ത് എനിക്ക് കാലുകൊണ്ട് വയ്യാതെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത അവസരമായിരുന്നു. അപ്പൊ എനിക്ക് പേടിയില്ല, അയ്യോ എനിക്ക് എന്നെ സാധിക്കൂലേ ഭഗവാനെ. എന്തായാലും എന്റെ മക്കളൊക്കെ എന്നെ അവിടെ കൊണ്ടുവന്ന് കൈ പിടിച്ചിട്ടൊക്കെ ആയിട്ട് എനിക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. സ്റ്റേജുമ കയറാൻ സാധിച്ചില്ലേ, താഴത്ത് ഇരുന്നിട്ട് ഞാൻ ചിന്തിയായിരുന്നു. എന്നോട് ടീച്ചർ ചോദിച്ചായിരുന്നു സ്റ്റേജുമ കയറാൻ പറ്റുമോ. എനിക്ക് അങ്ങനെ കാര്യം മടക്കം ഒന്നും ഇല്ലായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വളരെയധികം ഇന്ദിരാക്കയോടും സമിതിയോടൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ ആയിട്ട് ടീച്ചർക്കും എല്ലാവർക്കും തന്നെ ഉണ്ടാകട്ടെ. സരോജിനിയൊക്കെ ഉണ്ടല്ലോ. സരോജിനിയക്ക, കണ്ണൂരിൽ നിന്നുള്ള സരോജിനിയക്ക ഉണ്ടോ? പോയോ? ഉണ്ട്. ഒന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞോളൂ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഈ നാരായണീയ ഗ്രൂപ്പിൽ എത്തിപ്പെടുന്നത്. അതായത് എൻ്റെ ഒരു സുഹൃത്ത് പ്രേമലത ടീച്ചർ ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പൊ പ്രേമലത ടീച്ചറാണ് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒരു നാരായണീയ ഗ്രൂപ്പ് ഉണ്ട്, ഈ ഇതില് ചേർന്നു. അങ്ങനെയാണ് ഇന്ദിരാക്കയെ വിളിക്കുന്നതും ഇന്ദിരാക്ക ഉടൻ തന്നെ എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതും. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് നല്ല ക്ലാസ് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഗുരുവായൂര് പിന്നെ സമർപ്പണം ഉണ്ട് എന്ന്. അത് കേട്ടപ്പോ പിന്നെ എന്താ പറയണ്ടേ, അത്രയധികം സന്തോഷം തോന്നി. ആ സമയത്ത് എന്ന് പറഞ്ഞാല് ഞാൻ അടുത്തുള്ള അമ്പലത്തിൽ കുറച്ച് വായിക്കുമായിരുന്നു. അവിടെ നിന്ന് ഗുരുവായൂർ പോകുമ്പോ ഞാൻ എന്റെ മകളെടുത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ ഇന്ദിരാക്ക മുഖാന്തരം എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റിയെന്ന് ഉള്ള ആ ഒരു സന്തോഷത്തിൽ പിന്നെ വായനയുടെ ഒരു മത്സരം തന്നെയായിരുന്നു എല്ലാവരും. അപ്പൊ അങ്ങനെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ സിന്ധു അനന്തയുടെ ഗ്രൂപ്പിലായിരുന്നു ഞാൻ. അപ്പൊ ആ സിന്ധു അനന്തയുടെ പ്രയത്നം, ആത്മാർത്ഥമായ ഒരു പരിശ്രമം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഗുരുവായൂർ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ദിരാക്ക വീണ്ടും എന്നോട് 6ാം ഗ്രൂപ്പിൽ നിന്ന് 5 ഗ്രൂപ്പിലേക്കും കൂടി മാറാൻ പറഞ്ഞു. അതും ഭഗവാന്റെ ഒരു കടാക്ഷമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഇവിടെ എന്താ പറയാ, ഗുരുവായൂരിൽ പോയി സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തന്ന SPOS എന്ന സംഘടനയോടും അതുപോലെ ഇതിൽ ലീഡറായ ഇന്ദിരാക്കയോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊടുന്നു. അതിന് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് 1 മുതൽ 100 വരെ ദശകങ്ങളും എനിക്ക് സുഖമായി ചൊല്ലാൻ വേണ്ടി സാധിച്ചു. അതിന് എന്താ പറയാ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞോളുന്നു. ഗൗരിദേവി ഒക്കെ വല്ലതും പറയാനുണ്ടോ? ഗൗരിദേവി അക്ക. രമക്ക പറഞ്ഞത് മാതിരി ആദ്യം ബുക്ക് കാണുന്നതിൽ ഒരാളാണ് ഞാൻ. ഈ വന്ന് അക്ക തുടങ്ങിയതിന് ശേഷമാണ് നാരായണ ഇത്രയും വലിയൊരു ബുക്കാണെന്നോ 1000 ശ്ലോകങ്ങളുണ്ട്, 100 ദശകങ്ങൾ, ഇതൊക്കെ നാം പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതായിരുന്നു. അത് അറ്റ്ലീസ്റ്റ് എല്ലാം വായിക്കാൻ പറ്റിയില്ലെങ്കിലും 10-20 ദശകങ്ങൾ നന്നായി വായിക്കാനും സിന്ധു അക്ക ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു നമ്മളെല്ലാവരും. അതുപോലെ തന്നെ അക്കയുടെ പിന്നെ ശ്രമം പറയേണ്ട ആവശ്യമില്ല. ഇന്ദിരാക്ക ഇതിന്റെ പിന്നാലെ അഹോരാത്രം അവസാനം അസുഖം വന്നിട്ട് കൂടി 2 ദിവസം കൊണ്ട് ഇത് ചെയ്തിട്ട് അവര് അതിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു. അത് പോയി
ഈ ഇപ്പൊ 2 വർഷം കൊണ്ടാണ് ഇത് അറിയണതാണെങ്കിൽ ഇത്രയും വേഗം എത്രയോ വർഷങ്ങളോളം പഠിക്കുന്നവർക്ക് പറ്റാത്തത് നമ്മൾ പോയി ഗുരുവായൂർ അത് സമർപ്പണം ചെയ്യാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാരെയും കാണാൻ പറ്റി, വളരെ നന്നായിരുന്നു. നമുക്ക് സമയത്തിന് തന്നെ എല്ലാം തീർക്കാനും കഴിഞ്ഞു. സമിതിയോടും എല്ലാ അക്കമാരോടും, സിന്ധു അക്കയോടും ഇന്ദിരാക്കയോടും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവരോടും. ഹരിയോമക്ക. ഹരിയോമക്ക. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഗീതൊക്കെ ഉണ്ട്, മറ്റേ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഹരിയോമക്ക. 2024 ഫെബ്രുവരി തൊട്ടിട്ടാണ് SPYS സമിതിയുടെ ഭാഗമായിട്ടുള്ള ഈ നാരായണി ഗ്രൂപ്പിൽ ആവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഈ ഒരു അവസരം തന്നതിന് സമിതിയോട് ഞാൻ നന്ദി പറയാൻ ഈ ഒരു ഇത് ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ ഇന്ദിരാദേവിയൊക്കെ പരമാവധി അവസരങ്ങൾ തന്നു. പഠിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവർക്കും പരമാവധി പഠിക്കാനുള്ള ഒരു അവസരം തരുന്നു. ഇപ്പോഴും അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമർപ്പണത്തിനുള്ള പ്രാക്ടീസിലായാലും എല്ലാവർക്കും എല്ലാ അധ്യായങ്ങളും എല്ലാ ദശകങ്ങളും പഠിക്കാനുള്ള ഒരു അവസരം ഒക്കെ ഉണ്ടാക്കി തന്നു. അതിന് അക്കയോട് പ്രത്യേകം നന്ദി പറയാണ്. ഗുരുവായൂർ സമർപ്പണത്തിൽ പങ്കെടുക്കാൻ പറ്റി. വിഷ്ണു സഹസ്രനാമത്തിലെ 17ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശുചിരൂർജിത ഭഗവാന്റെ ആ ഒരു ഊർജം നമുക്ക് പകർന്നു കിട്ടിയ പോലെ ആയിരുന്നു അവിടെ ഇരുന്ന് 5 മണിക്കൂറും. നന്നായിട്ട് സമർപ്പണത്തിൽ പങ്കെടുക്കാൻ പറ്റി. ഹരിയോം. എല്ലാവർക്കും നന്ദി. പിന്നെ സിന്ധു ആനന്ദക്ക ഓരോ പദങ്ങളും എവിടെ മുറിച്ച് ചെല്ലണമെന്ന് ഒരു LKG കുട്ടീനെ പോലെ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന സിന്ധു അക്കയാണ്. സിന്ധു അക്കയോടും ഇന്ദിരാദേവി അക്കയോടും സമിതിയോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോ. ഇനി ആർക്കെങ്കിലും പറയാണ്ട് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ആർക്കും പെട്ടെന്ന്. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ഇന്ദിരാദേവി അക്ക ഒരു നല്ലൊരു സംരംഭമാണ് ഈ തുടങ്ങിയത്. ഈ നാരായണീയം വായിക്കാറുണ്ടെങ്കിൽ കൂടി ഇപ്പോഴാണ് നാരായണീയത്തോടെ ഒരു പ്രത്യേക അഭിരുചി വന്നത്. ഈ ഒരു നമ്മളെ ഈ സമിതിയിലെ ഈ നാരായണീയ പഠനം ആരംഭിച്ച് അതിൽ പങ്കുചേർന്നതിന് ശേഷം നാരായണീയത്തോട് പ്രത്യേക ഒരു അഭിരുചി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത് ഗുരുവായൂർ സമർപ്പണത്തിന് സാധിച്ചു തന്നെ വളരെയധികം സന്തോഷം. 1 മുതൽ 100 ശ്ലോകം വരെ 100 ശ്ലോകം ദശകങ്ങളും അവിടെ ചൊല്ലാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഇന്ദിരാദേവി അക്കയോട് വളരെയധികം നന്ദി പറയാണ്. പിന്നെ മറ്റൊന്ന് ഇന്ദിരാദേവി അക്കയുടെ ആത്മാർത്ഥതയാണ് ഇതില് പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഓരോരാളെ പ്രത്യേകം വിളിച്ചിട്ടാണ് ഓരോ കാര്യവും പറയുന്നത്. ഇതിനെങ്ങനെയാ സമയം കണ്ടെത്തുന്നതെന്ന് അറിയില്ല. നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത കാര്യം കൂടെ നമ്മളെ നേരിട്ട് വിളിച്ചിട്ടാണ് ഓരോ കാര്യവും പറയുന്നത്. അങ്ങനെ ഇതിനോട് കാണിക്കുന്ന ആത്മാർത്ഥത എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് സമിതിയോടും ഇന്ദിരാദേവി അക്കയോടും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ഭഗവാനോട് നന്ദി പറയുന്നു. ഹരിയോം. ഹരിയോ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണഭജനോട്. ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹരിയോം മക്ക. പറഞ്ഞോ. ഞാൻ ഈ SPYS എന്ന സമിതിയോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. എന്റെ ഒരു ഫ്രണ്ട് എന്നെ യോഗ ക്ലാസ്സിലേക്കാണ് ഇത് പരിചയപ്പെടുത്തിയത്. പക്ഷെ എനിക്ക് യോഗ ക്ലാസ്സിൽ എന്തുകൊണ്ടോ എനിക്കൊരു ആഴ്ച മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഓരോ സാഹചര്യം കൊണ്ട് ക്ലാസ് മിസ്സായി പോയി. പക്ഷെ എന്നിരുന്നാലും ഈ നാരായണീയം എന്ന ഈ മഹാഗ്രന്ഥത്തിൽ എനിക്കൊരു അവസരം തന്നു. ഞാനൊരു പങ്കെടുക്കാനുള്ള ആഗ്രഹം പ്രകടിച്ചപ്പോ തന്നെ ഈ ഇന്ദിരാദേവി അക്ക എന്നെ പേഴ്സണലായിട്ടൊരു വാട്സപ്പ് ഒക്കെ അയച്ചു, എന്നെ പരിചയപ്പെടുത്തി സംസാരിച്ചു, അതിൽ ക്ഷണിച്ചു. എനിക്കൊരു അവസരം നൽകിയതിനും ഈ സമിതിയോടും പ്രത്യേകിച്ച് ഇന്ദിരാദേവി അക്കയോടും എല്ലാവരോടും വളരെയധികം നന്ദി. ഗുരുവായൂരപ്പന്റെ കടാക്ഷം എല്ലാവർക്കും എന്നും ഉണ്ടാവട്ടെ. ഒരു സെക്കൻഡ്. രത്നവല്ലിയൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ദിരാക്കയ്ക്ക് പിന്നെ അഹോരാത്രം എത്ര സമയം കിട്ടിയെന്ന് അറിയില്ലാന്ന്. നമുക്കത് അണ്ണനോട് ചോദിക്കാം. 2 വർഷത്തിൽ എത്ര അണ്ണനെ ഭക്ഷണിക്കിട്ടു എന്ന് നമുക്ക് ചോദിക്കാം. ഹരിയോ. ഇനി ആർക്കെങ്കിലും പറയാം, അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണഭജൻ. ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാനൊന്ന് പറയാം. ലതാദേവൊക്കെയാണ് സംസാരിക്കുന്നത്. ആദ്യമായി ഗുരുവായൂരപ്പനോട് ഇന്ദിരാദേവി അക്കയോട് നന്ദി പറയുന്നു. തുടക്കം മുതൽ ഇതിലുണ്ടായിരുന്ന ആളാണെങ്കിലും അന്ന് ഗുരുവായൂർ സമർപ്പണത്തിന് അവിടെ സദസ്സിലിരുന്ന് ചൊല്ലാമെന്ന് പറഞ്ഞെങ്കിലും സ്റ്റേജിലിരിക്കാൻ കാല് വയ്യായിരുന്നു. അതിന് ഇവിടെ ഗുരുവായൂർ പോകാനായി കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി ഒരുങ്ങി വന്നു. അപ്പൊ തലേത്തെ ദിവസം ഇന്ദിരാദേവിയൊക്കെ പറഞ്ഞു, ഗുരുവായൂരപ്പൻ എന്നോട് വഴി കാണിച്ചിട്ടില്ല, ലതാദേവിയൊക്കെ വിഷമിക്കേണ്ട പറഞ്ഞു. ഞാൻ ഗുരുവായൂരപ്പനോട് ഏൽപ്പിച്ചു, എനിക്ക് ആ സ്റ്റേജിൽ ഒരു നിമിഷം ഇരിക്കാൻ പറ്റിയാൽ മതിയെന്ന്.
അത്ഭുതം എന്ന് പറയട്ടെ, സ്റ്റേജിലെ ഒരു കസേല കിട്ടുമെന്ന് വിചാരിക്കാത്ത എനിക്ക് നടുക്ക് തന്നെ ആ SPYSന്റെ ബാനറിന് തൊട്ട് കീഴെ ഒരു കസേല കിട്ടുകയും തുടക്കം മുതൽ അവസാന സമർപ്പണം വരെ മുഴുവനും പങ്കെടുക്കാനും പറ്റി. ഇത് ഇന്ദിരാദേവിയക്കയോടും ഗുരുവായൂരപ്പനോടും ഞാൻ നമിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അതാ ഒരു അനുഭവം പറയാതിരിക്കാൻ അവസാനം കരഞ്ഞുപോയി. ഇനി ആർക്കെങ്കിലും പറയാണ്ട പെട്ടെന്ന് പറയാം, എന്നിട്ട് നമുക്ക് അടുത്തത് തുടങ്ങാം. ആർക്കും ഇല്ലല്ലോ? ഉണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞോളൂ, വേഗം പറഞ്ഞു. SPYS NYC മലയാളം ഓൺലൈൻ നടത്തിവരുന്ന നാരായണീയ പഠനയാത്രയിൽ ഞാനും ഒരു പങ്കാളിയാണ്. ഇന്ദിരാദേവി അക്ക എല്ലാവർക്കും ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിർഭാഗ്യവശാൽ എനിക്ക് ഗുരുവായൂരിൽ വരാനും തിരുവനന്തപുരത്തെ നാരായണ സമർപ്പത്തിന് വരാനും പറ്റുന്നില്ല. അക്കയുടെ അഗാധമായ പരിശ്രമത്തിനും ഈ മേൽനോട്ടം വഹിച്ച് ഭംഗിയായി നടത്തി അക്കയുടെ കഴിവ് അപാരമാണ്. അത് വർണ്ണിക്കാൻ പറ്റില്ല. അത്രയും അധികം അക്ക കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ പ്രത്യേകം വിളിച്ചിട്ട് ഇത് പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അനുഭവം പറയാൻ പറയുമ്പോൾ എനിക്ക് പറ്റിയില്ല. കാരണം നിങ്ങളെയൊക്കെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ വന്നു. എനിക്ക് ഗുരുവായൂരിൽ വരാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ അതാണ് ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞത്. ഏതായാലും ഞാൻ ഇത് അക്ക പറഞ്ഞതൊക്കെ അക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഞാൻ ഇതിൽ ഇല്ലെങ്കിലും കൂടി ഞാൻ എല്ലാം പഠിച്ച് എനിക്കിപ്പോ ഏകദേശം ഒരു 100 വരെ ചെല്ലാൻ അറിയാം. ഞാനത് പരിശ്രമിക്കുന്നുണ്ട് വീട്ടിലിരുന്നിട്ട്. എല്ലാം ഒരുവിധം തെറ്റില്ലാതെ ഞാനും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന നമ്മളുടെ ഗോപണ്ണനോടും എനിക്ക് പ്രത്യേകം നന്ദി ഞാൻ പറയണു. എന്നെ ഇതിലിങ്ങനെ ചേർപ്പിച്ച് എനിക്ക് വളരെ സന്തോഷം. നിങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമും ഗുരുവായൂർ സമർപ്പണത്തിന് കണ്ടത് എൻ്റെ അനിയത്തി അവരൊക്കെ പോയി എല്ലാം പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്തും നന്നായി ഇത് നടത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാവർക്കും അതാരാണ്? ഹരിയോ സരസ്വതിയൊക്കെയാണ്. പറഞ്ഞിട്ട് നമുക്ക് അതുകൂടെ പറഞ്ഞ് നിർത്താൻ, ടൈം കുറെ ആയിട്ടുണ്ട്. ഹരിയോ. ഞാൻ ആക്ച്വലി SPYSSൽ യോഗ ചെയ്യാനായിട്ട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു നാരായണീയവും ഭഗവത്ഗീതയും ഇതെല്ലാം എനിക്ക് പഠിക്കാൻ പറ്റിയതിലും ഇന്ദിരാക്കയോടും ഭയങ്കരമായിട്ട് എനിക്ക് വളരെ നന്ദി. എപ്പോഴും പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുകയും വിളിക്കുകയും അങ്ങനെ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഈ 100 ദശകവും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഗുരുവായൂർ പോയി സമർപ്പണത്തിന് ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ വളരെയധികം നന്ദിയുണ്ട്. അതിൽ എൻ്റെ വീട്ടിലെ എൻ്റെ കുട്ടികൾക്കും എൻ്റെ സ്വന്തക്കാർക്കും എല്ലാവരും അവര് വളരെ അഭിമാനമാണ്. ഇങ്ങനെ എനിക്ക് ഒരു ആഗ്രഹം സാധിച്ചതിലും പോകാൻ പറ്റിയതിലും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട് നന്ദി പറയുന്നു. ആൻഡ് SPYSSലുള്ള എല്ലാ ഭാരവാഹികളോടും ഇന്ദിരാക്കയോടും പ്രത്യേകം നന്ദി പറയുന്നു. ഹരിയോ. ഹരിയോ മക്ക, അപ്പൊ നമുക്കിവിടെ നിർത്താം അല്ലേ? ഹരിയോ, ഇനി പറയാനുണ്ടോ? ആർക്കാണ്? ഹരിയോ. ഞാൻ നാരായണീയം പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതലേ മനസ്സിൽ ഓർക്കാറുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം അങ്ങ് ഗുരുവായൂരൊന്ന് ചൊല്ലാൻ പറ്റുമെങ്കിൽ എന്ന്. അപ്പോഴാണ് ഔചാരികമായ അക്ക ഗുരുവായൂരിലെ ഈ നാരായണീയം വായന സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമായി. അക്കടെ ഈ പരിശ്രമം കൊണ്ട് ഇത് നന്നായി പഠിക്കാനും വായിക്കാനും ദിവസവും വായിക്കാനുള്ള ഒരു മനസ്സുണ്ടായി. ഹരിയോ മക്ക, അതിനെ അക്കയോട് കടപ്പെട്ടിരിക്കുന്നു. ഹരിയോ. ഹരിയോ. അപ്പൊ നമ്മൾ നിർത്തട്ടെ. ഇത് നിർത്താം. ഇനി ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറയണേ. ഞാൻ 15ാമത്തെ ബാച്ചിൽ ഇതിനകത്ത് വന്ന് ഇങ്ങനെ തുടർന്ന് ഇന്ദിരാദേവിയൊക്കെയാണ് എന്നെ ഈ നാരായണീയ പഠനത്തിനകത്തോട്ട് കൊണ്ടുവന്ന് പ്രേരിപ്പിച്ചു കൊണ്ടുവന്ന് അത് പഠിച്ചു. പിന്നെ നാരായണീയം വായിക്കാൻ പഠിച്ചു. ഗുരുവായൂർ വന്ന് സമർപ്പണത്തിനും കഴിഞ്ഞത് ഇന്ദിരാദേവിയൊക്കെ ഒരാളിന്റെ നിർബന്ധവും ഒരു പരിശ്രമവും എന്നെ അതിനകത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു താല്പര്യവും കൊണ്ടാണ്. ഇത് ഗുരുവായൂർ വന്ന് സമർപ്പണത്തിന് പോയതും ഇത് പഠിക്കാനും വായിക്കാനും എല്ലാം കഴിഞ്ഞതും ഇന്ദിരാദേവിയൊക്കെയോടുള്ള സ്നേഹവും കടപ്പാടും പിന്നെ സമിതിയിലെ ഓരോ അംഗങ്ങളും അതിന് ഓരോ ഘടകമായിട്ടുണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും ഇപ്പോഴും രേഖപ്പെടുത്തും. ഹരിയോ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഭജന പ്രമോദ് സിന്ധു പ്രമോദിന്റെ ഒരു കൃഷ്ണ ഭജനയാണ് അടുത്തായിട്ട്. ഹരിയോ സിന്ധു. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ
ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഹരിനാമ കീർത്തനം ഉണരും പുലരിയും തിരുവാകച്ചാർത്തു ഞാനോർത്തു പോകും ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തു പോകും ഒരു പീലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ ഒരു പീലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും തിരുമുടി കൺമുന്നിൽ മിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം അകതാരിലാർത്തുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അകതാരിലാർത്തുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയന്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ അടിയന്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഹരിയോ. അപ്പൊ നമ്മുടെ SPYS മലയാളം ഓൺലൈനിന്റെ ശ്രീമദ് നാരായണീയത്തിന്റെ 2ാം വാർഷികമായിരുന്നു ഇന്ന്. ഏതായാലും നല്ലൊരു ഭജനയോടുകൂടി നമ്മുടെ ഭജന പ്രമുഖ സിന്ധു പ്രമോദക്കയുടെ നല്ലൊരു ഭജന കൂടിയാണ്, കൃഷ്ണ ഭജനയോട് കൂടിയാണ് ഇത് പര്യവസാനിച്ചത്. ആദ്യം തന്നെ ഞാൻ സിന്ധു പ്രമോദക്കയ്ക്കാണ് ഇതിന് നന്ദി പറയുന്നത്. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ള ഒരു ഗാനാലാപം ആയിരുന്നു. പിന്നെ ഇന്ന് പങ്കെടുത്തത് ഇന്ന് ഇവിടെ നമുക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ
മുഖ്യനായ നമ്മുടെ മലയാളം ഓൺലൈനിന്റെ മുഖ്യനായ ഗോപകുമാർ അണ്ണനാണ്. അതേപോലെ ധ്യാന ശ്ലോകം ചൊല്ലിയതും അണ്ണൻ തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ആയിരുന്നു ആ ധ്യാന ശ്ലോകം. അണ്ണന് ഞാൻ പ്രത്യേകിച്ച് ഉള്ള നന്ദി പറയുന്നു. പിന്നെ ഇന്ന് പാരായണം 13 ദശകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് തന്നെ എല്ലാവരും വരികയും ചെയ്തു. വളരെ ഭംഗിയായിട്ട് എല്ലാവരും പിന്നെ 30 പേര് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. 30 പേരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് പാരായണം ചെയ്തു. വളരെ ഭംഗിയായിരുന്നു. എല്ലാവർക്കും ഞാൻ പിന്നെ നന്ദി ചൊല്ലിയവർക്കെല്ലാം. പിന്നെ ഇവിടെ അനുഭവങ്ങൾ പലരും പങ്കുവെച്ചു. അപ്പൊ അനുഭവങ്ങൾ പങ്കുവെച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല പിന്നെ കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യുന്നുണ്ട് എങ്കിലും ഈ പറയത്തക്കതുപോലെ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. പിന്നെ എല്ലാവരും അതിലെ ഈ അനുഭവങ്ങൾ പങ്കുവെച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി. പിന്നെ നമ്മുടെ സമിതിക്ക് ഇതിനുള്ള അവകാശം തന്ന നമ്മുടെ സമിതിക്ക് പ്രത്യേക നന്ദി പറയുന്നു. അതേപോലെ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുന്ന നമ്മുടെ സുനീനക്ക് എത്ര പറഞ്ഞാലും ആ നന്ദി പറയാനായിട്ട് വാക്കുകളില്ല. അതേപോലെ ആണ് അത്. പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇനി ഞാൻ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വിട്ടുപോയവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് ലോകകല്യാണ മന്ത്രം ചൊല്ലാം. ഹരിയോ. എല്ലാവരും നിവർന്നിരിക്കുക. കൈകൾ നമസ്കാര സ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.